അതെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രെയിൻ യാത്രയിലാണ് പോകാൻ പോകുന്നത്. ബട്ട് ഒന്നങ്ങോട്ട് ഇതായിട്ട് ഗൈസ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ നിലമ്പൂരിക്കായിരുന്നു ട്രെയിനിൽ പോകണുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ട്രെയിൻ ക്യാൻസൽഡാണ്. അങ്ങോട്ട് പോണ ട്രെയിൻ ഇല്ല, അപ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിന് പോയി ഗൈസ്. ഞാനുണ്ട്, ഉമ്മച്ചിയുണ്ട്, പപ്പയുണ്ട്, ഹിനു ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോയി. ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ വരാം ആ ഒരു രീതിയിലാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ തേക്ക് മ്യൂസിയം ഉണ്ടല്ലോ, ടീക്ക് മ്യൂസിയം, അവിടുത്തെ നിലമ്പൂരത്തെ ഞങ്ങൾ 2 ബസ് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തത് ആ ഒരു ബോർഡിന് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. എന്താ പറയുക, വെള്ളക്കുപ്പി, പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളക്കുപ്പിയൊക്കെ ഉണ്ടോയെന്ന് അറിയണേ. അതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റി വിടില്ലല്ലോ, അതുകൊണ്ടാണ് അത് അവരെങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ടിക്കറ്റ് കാണിച്ചു കൊടുത്തു, ഞങ്ങൾ അകത്തേക്ക് വന്നിട്ട് വെച്ചു. അപ്പോൾ വെള്ളക്കുപ്പി ഞങ്ങളുണ്ട്. തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നു, അവിടുന്ന് ഞങ്ങൾ എടുത്തു വിട്ടു. അയാളോട് ഞങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഇട്ടിട്ടില്ല. നല്ല ക്ലീനാണ്. ഫ്രണ്ട് ഒരു പ്രതിമയൊക്കെ ഉണ്ട്, ഗോൾഡൻ ഷേപ്പ്. ആരാണെന്നൊക്കെ അറിഞ്ഞുകൂടാ. ഞങ്ങളങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ നടന്ന് വരികയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഒരു കുളമുണ്ട്. കുളമല്ല, ഈ മീനുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചെറിയൊരു കുളം, മീൻകുളം. അങ്ങനെ നല്ല അത്യാവശ്യം നല്ല ആഴമൊക്കെ ഉണ്ട്. ഞാനൊക്കെ മുങ്ങിപ്പോട്ടും. എൻ്റെ മൂക്കിൻ്റെ അവിടം വരെ ഒക്കെ ഉണ്ടാവും അത്. ഞങ്ങൾ ഈ ഒരു മുളൻ്റെ ആ ഒരു കാട്ടിൽ കൂടെ ഞാൻ നടക്കുകയാണ് കേസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ കയറി നിൽക്കുന്നുണ്ട്. ഓക്കെ, അതപ്പോൾ പപ്പ ഇതവിടെ സെൽഫി വീഡിയോ പോലെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ചാടി ഞാൻ എൻ്റെ പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കേസ്. എന്തോ ഒരു കുറ്റി പോലെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ മുകളിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഡ്രിങ്ക് പറയുന്നത്. ഇതിൻ്റെ പേര് പറയുമ്പോൾ എന്തോ എനർജി ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് തന്നെ. സ്ട്രോബെറി ഫ്ലേവറാണ്. സ്ട്രോബെറി അല്ല, ഇത് നമ്മൾ കോൽമുട്ടായി ഉണ്ടാവില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ചേർന്നത്. പണ്ട് ദുബായിലൊക്കെ കിട്ടില്ല, അങ്ങനത്തെ ഒരു എനർജി ഡ്രിങ്കാണ്. അപ്പോൾ ഞങ്ങളിതായൊരു ചമ്മലൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് വാരി എറിയുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറച്ചിങ്ങനെ നടന്ന് ഞങ്ങളായൊരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ വീണു. അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഊതി തരാൻ പറഞ്ഞിട്ട് ഊതി തന്നു. എൻ്റെ ഒരു ബാഗുണ്ടല്ലോ, ടീക്ക് മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് ഇവിടെ ഊരി വെക്കണം, ചെരുപ്പ് അവിടെ ഊരി വെക്കണം. അപ്പം ഞാൻ വെച്ച് ഹിനുവിൻ്റെ ചെരുപ്പ് ഒരുമിച്ചാണ് വെച്ചത്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ കുറേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രാവശ്യം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, എൻ്റെ കയ്യിലല്ലായിരുന്നു ഫോൺ, അതുകൊണ്ടാണ്. അതിൻ്റെ നടുക്കുണ്ട് ഒരു വേര്, മറ്റേ തേക്കിൻ്റെ വേരാണ് കേട്ടോ ഇത്, തേക്കിൻ്റെ വേരാണിത്. അങ്ങനെ ഇവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ സാധിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനിത് ആദ്യമായിട്ടല്ല കാണുന്നത്, ഞാനിത് 2 പ്രാവശ്യം. അതുകൊണ്ട് അപ്പോൾ ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു പിക്ചറും വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഇതാണ് ഈ ഒരു മ്യൂസിയത്തിലെ ലാർജസ്റ്റ് ടേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത് ഇതാണ് ഞാൻ പറഞ്ഞത്, കന്നിമാര ടീക്ക്. അത് ഞാൻ അവിടെ ഇവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേസ്. ചെറിയ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഇന്ന് ഞാൻ കുറച്ച് മേക്കപ്പ് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ അവിടുന്ന് പിക്ചേഴ്സും അതൊക്കെ നോക്കിയിട്ട് ചെറിയൊരു പാലം പോലത്തെ ഒരു സംഭവമുണ്ട്, പാലമല്ല, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഒരു പറഞ്ഞത്. അപ്പം ഞാനിത് അവിടെ കണ്ട തേക്കൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. അവിടെ തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുള്ളൂ കേട്ടോ.
ഇതവിടെ എന്താണ് ഇതൊക്കെ റിയൽ തേക്കുവാണല്ലോ, റിയൽ തേക്കാണ്, ശരിക്കുള്ള തേക്ക് എന്നെയാണ് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവരവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാനിത് ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ഇത് വെക്കുന്നത് ഞാൻ വിചാരിച്ചു പോയി. പല തരത്തിലുള്ള തേക്കുണ്ട്, തിന്നായിട്ടുള്ള തേക്കുണ്ട്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് മറ്റേ വലിയ തേക്കുകളൊക്കെ കാണുന്നത്. എൻ്റെ വീട്ടിലുണ്ട്, ബട്ട് ചെറുതും അതുപോലെ തന്നെ നല്ല തിന്നുമാണ്. കട്ടില്ലാത്ത തേക്കുകളാണ്. എനിക്കറിയില്ലല്ലോ ഇത്. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു ഇങ്ങനെ പുല്ല് പോലെ ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കണ്ടുപോയി. ഞാൻ ആദ്യം വിചാരിച്ചത് വേരായിരിക്കും അതിൻ്റെ ശരിക്കുള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതുപോലെ അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായിട്ട്. എന്നിട്ട് ഞാൻ അവിടെ കണ്ട സംഭവങ്ങളൊക്കെ എന്താണെന്ന് ഉമ്മച്ചിനോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടും ഇല്ലാത്ത സംഭവങ്ങളാണ് ടീക്കല്ല കേട്ടോ. ഇവിടുത്തെ ഈ ഒരു സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറയാൻ പറയും. ഇവിടെ ഒരു ഭൂമിയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചരിത്രങ്ങളും അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഞാനതൊന്നും വായിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ ഒരു പണ്ട് കാലത്തെ ടേബിൾ, അലമാര, മ്യൂസിക്കിൻ്റെ സംഭവങ്ങൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ തൊട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ തൊടരുത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ മേലേക്ക് കയറി പോകാനായിട്ട് നമ്മുടെ ബാഗ് നമ്മൾ നേരത്തെ പുല്ലിൻ്റെ അവിടെ നിന്നില്ല, അതൊക്കെ അവിടെ കാണാനുമുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ പറ്റി കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസിന് ഏറ്റവും കൂടുതൽ അതിശയിച്ചത് ഈ ഒരു ബട്ടർഫ്ലൈസ് ആണ് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ബട്ടർഫ്ലൈസ്. ഇതിനെപ്പറ്റി ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഫുൾ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രോബ്ലംസ് അങ്ങനത്തെ നടുന്ന സമയത്തുള്ള ഇത് വരുന്നത്, ആ സംഭവങ്ങൾ അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സീഡ്, മാനുഫാക്ചേർഡ് സീഡാണ് ഇത് കേട്ടോ. നമ്മുടെ തേക്കിൻ്റെ ചെറിയ സീഡ് ആർട്ടിഫിഷ്യലായിട്ട് മാനുഫാക്ചേർഡ് ചെയ്ത് വലുതാക്കിയിട്ടുള്ള ഒരു സീഡാണ്. ഇവിടെ പിന്നെ തേക്കിൻ്റെ പല ഭാഗത്തെ പീസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. പലതരത്തിലുള്ള ബട്ടർഫ്ലൈസ്, ഞാൻ ജീവിതത്തിൽ കാണാത്ത ബട്ടർഫ്ലൈസ് ഞാൻ നേരിട്ട് കണ്ടു. ആ ഒരു ഫസ്റ്റത്തെ ബട്ടർഫ്ലൈ നോക്കി, എന്തൊരു വലുതാണ്. ഇങ്ങനത്തെ വണ്ടുകൾ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ കണ്ടൊരു ഗുഹ പോലെ ഒരു വീടിൻ്റെ പോലത്തെ ഒരു മുകളിലൊക്കെ ഉണ്ടാകും, പൈസക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു സംഭവം. ആദ്യം നമ്മൾ കളർ ശരിക്കും കണ്ടില്ല, ഇതിലേ കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബട്ടർഫ്ലൈസ് കൊണ്ട് പൊന്നമ്മേ, എൻ്റെ അതിൽ ഏറ്റവും കൂടുതൽ അതിശയിച്ചതും ഇതാക്കിയതൊക്കെ ആ ഒരു ബട്ടർഫ്ലൈസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ആ ബട്ടർഫ്ലൈസ്. അത് ശരിക്കുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അത് ചത്തത് എന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, മനുഷ്യൻ മീൻസ് ബ്രിട്ടീഷുകാരനാണ്. കണ്ടോ ഗൈസ്, ഇത് മറ്റേ പണ്ടത്തെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരുന്നു. നമ്മുടെ ഈ ഒരു ഇവിടെ ഭരിച്ചിരുന്ന സമയത്തുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. എനിക്ക് ഉമ്മച്ചി നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു എന്നോടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് തേക്കല്ല കേട്ടോ, ആ ഒരു കള്ളിക തേക്ക് കൊണ്ടാണ് ആ ഒരു ഇത് കണ്ടോ. ഇവിടെ തേക്കിൻ്റെ ആനകളുണ്ട് ഗൈസ്. പിന്നെ ഇതവിടെ തേക്കിൻ്റെ എന്താ പറയുക തുണികൾ ഗൈസ്. ആ ഒരു ബട്ടർഫ്ലൈസ് എന്താ പറയുക, അതിങ്ങനെ ചത്തതാണത്, ഡെഡായിട്ടുള്ളതാണ്. അത് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് പിടിച്ചിട്ട്. ഇവിടെ റോളപ്പ് ടേബിളുണ്ട്, ചാര് കസാലയുണ്ട്, അതുപോലത്തെ ഇത് കണ്ടോ മരുന്നിൻ്റെ ആ ഒരു പൊട്ടി. ഇതുവരെ ആയിട്ടും എൻ്റെ ജീവിതത്തിൽ കാണാത്ത സംഭവങ്ങൾ തേക്കിൻ്റെത് ഞാനിവിടെ കണ്ടു ഗൈസ്. മെഡിസിൻ ബോക്സ്, ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിലേ കാണാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ ചെയർ കസാല ഒന്നും അല്ല കേട്ടോ, ഈ റോളപ്പ് ടേബിൾ, സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ അതാണ്. പിന്നെ ഇവിടെ തൂക്ക് ഊഞ്ഞാലോ അങ്ങനെ എന്തോ അതുണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും സെൽഫി എയിമ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. എയിമ ഇരിക്കാൻ പറ്റില്ല, അതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റൂളുണ്ട്, അയിമലാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അതിൻ്റെ ശേഷം ഞങ്ങൾ സ്റ്റെപ്പ് ഞാൻ ഇറങ്ങുകയാണ് ഗീസ്. ഞങ്ങൾക്ക് പോകണം, കാരണം
4:10 ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം, ഇവിടെ കയറും, സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ വെച്ചാൽ ഞങ്ങൾ വണ്ടിയിലല്ലല്ലോ വന്നത്, ബസ്സിനാണ് ഇങ്ങോട്ട് വന്നത്. ട്രെയിനിൽ അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് 4:10 ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ട്രെയിൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതാ നമ്മുടെ രാവിലത്തെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചെരുപ്പിട്ടു. ഞങ്ങൾ രാവിലെ 10 മണിക്കാണ് ഞങ്ങൾ ബസ് കിട്ടിയത്. 9:30 ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പാർക്കിൽ കയറിയിട്ട് അവിടെ തന്നെ ഒരു മിൽമ ഐസ്ക്രീം പാർലർ ഉണ്ട്. ഞങ്ങൾ അവിടെ കയറിയിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരാണ്, 5 പേരില്ല. താത്ത ഇന്ന് വന്നിട്ടില്ല, കാരണം താത്ത ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. ഹിനുത പിസ്ത ഐസ്ക്രീം ഞങ്ങളെല്ലാവരും ഞങ്ങൾ 3 പേരും എന്താ പറയുക വാനില ഫ്ലേവറാണ് എടുത്തത്. താത്തക്ക് എക്സാം കഴിഞ്ഞിട്ട് ലീവാണല്ലോ, അവൾ +1 ആയതുകൊണ്ട് 2 ദിവസം മാത്രം ലീവ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് കേട്ടോ. ഇന്നോ നാളെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എൻ്റെ തവളകൾ ചെസ്സ് കളിക്കാൻ, എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. ശരിക്കും ഞാൻ ചിരി വന്നു. തവളകൾ രണ്ടും ഇരുന്ന് ചെസ്സ് കളിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പൊന്നും ഞാൻ ശരിക്കും അതിശയിച്ചു. അതുവരെ കുളത്തിൻ്റെ നടുക്ക് നിന്നിട്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇതാ ഫ്രണ്ടിൽ നടക്കുകയാണ് കേട്ടോ പ്ലീസ്. ഓക്കെ, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഫ്രണ്ടിലത്തെ വഴിയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് അവിടെ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ തിരിച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ഒരു വഴിയിൽ കൂടെ നടന്നു കേട്ടോ. അവിടെ ചെറിയ പാർക്കുകളുണ്ട്, എന്തൊക്കെയോ വെച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതവിടെ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് പോവാണ്. പാർക്കിലേക്ക് പോയപ്പോൾ അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പാർക്കിൽ പോകണ്ടല്ല, അവിടത്തൊക്കെ കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് കയറാതെ പാർക്കിൻ്റെ അവിടെ തന്നെയുള്ള സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പാർക്കിൻ്റെ സ്ഥലം ഗൈസ്. ഇതെവിടെയാണ് എൻട്രി ഉള്ളത്, ഫീസൊന്നുമില്ല കേട്ടോ. എൻട്രി ഫീസൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എൻട്രി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കവാടം പോലെ സംഭവമൊക്കെ ഉണ്ട്. ഇതെവിടെ പാർക്കുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് അവിടെ ഇരുന്ന് പപ്പ വരുന്നത് വരെ ഇതായി തൊട്ടിപ്പുറത്ത് തന്നെ തേക്കാണോ എന്നൊക്കെയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. കുറേ വള്ളികളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തേക്ക് തന്നെയാണ് തോന്നുന്നത്. തേക്ക് തന്നെ ആയിരിക്കും, തേക്ക് തന്നെയാണ്. എന്താ പറയുക, പൊട്ടത്തൊന്നുമില്ലല്ലോ അത്. എന്താ തേക്കായതുകൊണ്ട് ഇങ്ങനെ നല്ല കട്ടി ഉണ്ടാവുമല്ലോ. കട്ടി മീൻസ് അത്ര പെട്ടെന്ന് പൊട്ടില്ലല്ലോ. അപ്പോൾ ഉമ്മച്ചിയും കയറിയിരിക്കുന്നുണ്ട്, ഞാൻ കയറിയിരുന്നു, പിന്നെ ഹിനും കയറിയിരുന്നു. പപ്പ ഇല്ല കേട്ടോ, ഈ വീഡിയോ എടുക്കായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സെൽഫി എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇമ്മച്ചി അവരൊക്കെ കണ്ടോ അവരൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങൾ എന്താ പറയുക അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. കണ്ടോ ഗൈസ്, അവിടെ ഒരു കുറേ ചേട്ടന്മാർ ഇവരൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിറങ്ങുമ്പോൾ തന്നെ കുറേ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ വന്നിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ മേലേക്ക് പിടിച്ച് കയറുമാണ് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പിടിച്ച് വലിഞ്ഞ് കയറി. ഞാൻ ഗൈസ് മരം കയറലാണ് എൻ്റെ പണി. ഇപ്പോൾ ഞാൻ ഇറങ്ങി, ഞാൻ കയറുന്ന വീഡിയോ കുറച്ച് ഇപ്പുറത്താണ് ഞാൻ കണ്ടത്. കണ്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണാനില്ലല്ലോ. കണ്ടോ, ഞാൻ മുകളിൽ കണ്ടോ എൻ്റെ കാല് കണ്ടോ നിങ്ങൾ? ഞാനിത് ഏറ്റവും ടോപ്പിൽ പോയിരിക്കുക, ഏറ്റവും ഫ്രണ്ട്. അത്ര മുകൾക്ക് നോക്കിയപ്പോൾ കയറാൻ പറ്റില്ല, കാരണം ഒരു ഇത് പൊട്ടും. ഉറപ്പുള്ള സ്ഥലത്തൊക്കെ ഞാൻ വലിഞ്ഞ് കയറി ചവിട്ടി പിടിച്ച് തൂങ്ങിയൊക്കെ കളിച്ച ടൈമ തൂങ്ങിയിട്ട് ഞാൻ അവിടെ കുറച്ചുകൂടി ടോപ്പിൽ പോയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ കണ്ടു. ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, കാരണം ഈ ഒരു ഗാർഡൻസ് നല്ല കൗതുകപൂർവ്വം നല്ല രസത്തിൽ വെച്ചിരിക്കുകയാണ്. ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് മരങ്ങളൊക്കെ ഒന്ന് നോക്കി രസമല്ലേ കാണാനൊക്കെ. നല്ലൊരു ടൈപ്പ് ഗാർഡൻ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്.
അവിടെ ഈ ഒരു ചെടികളുടെ ഇതിൻ്റെ ഒക്കെ പറ്റി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്നും നോക്കിയില്ല കേട്ടോ. ഇതവിടെ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതവിടെ നമ്മളവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കണ്ട പോലെ തന്നെ ബട്ടർഫ്ലൈസിനെ പറ്റി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒന്നും നോക്കിയില്ല. ഞാനിങ്ങനെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു കവാടം പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ ഇങ്ങനെ പോയി. ഇവിടെയാണ് നമ്മുടെ ലാസ്റ്റ് എൻഡുള്ളത്. ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ്റെ എൻഡ് ഇവിടെയാണ്. ഇവിടെ കണ്ട് ഈ ഒരു പൂക്കളൊക്കെ വെച്ചൊക്കെ നോക്ക്, ഓണത്തിന് ഇങ്ങനെ പൂ ഇടുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിതാ നടന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ എൻഡ് വരുന്നത്. ഇത് എന്താ പറയുക, കഫറ്റീരിയ. ഇത് ഓപ്പൺ അല്ല തോന്നുന്നത്, വർക്കില്ല തോന്നുന്നു. ഇതെവിടെ വെള്ളച്ചാട്ടം പോലെ സംഭവമാണ്. ഞാൻ ആ ഒരു കല്ലിൻ്റെ മുകളിൽ കൂടെയാണ് പിടിച്ച് കയറിയല്ല കേട്ടോ, ചാടി കിടക്കുന്നത്. ഇതിൽ കുറച്ച് ആഴമൊക്കെ ഉണ്ട്, നല്ല വഴുക്കലും ഉണ്ട്. കാരണം ഇത് പാറക്കല്ലായതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്. ഷീനു ദൈക്ക് ഇറങ്ങട്ടെ ചോദിക്കുമ്പോൾ ഇറങ്ങേണ്ട, നല്ല വഴുക്കലുണ്ട് വീഴുന്ന പറഞ്ഞത്. ഞാനാണെങ്കിൽ എനിക്ക് ഇറങ്ങിയില്ല കേട്ടോ. കാരണം ഞാൻ അവിടെ അമ്മച്ചിൻ്റെ കൂടെ നിൽക്കുന്നു. കാരണം വെള്ളം നനഞ്ഞാൽ പിന്നെ പാർക്കിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇത് മാത്രമല്ല, കാല് നനയ്ക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഈ ഒരു കുളത്ത് കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുമിച്ച് ഇങ്ങനെ പോകായിരുന്നു. ഞാനും പപ്പിയും കൂടി പറയുക ഫോട്ടോയും ഇതൊക്കെ എടുത്തു. അപ്പോൾ ഇനി വന്നു. ഈ ഒരു കവാടം അതുപോലത്തെ സംഭവമാണ് ഞാൻ ചോദിച്ചത് എന്താണെന്ന് അറിയുന്നവർ പറയുക കേട്ടോ, കമൻറ്റ് ചെയ്തിട്ട്. ഇവിടെ കണ്ടു എനിക്ക് ഈ ചെടികൾ ഇങ്ങനെ സ്റ്റൂള് പോലെ വെച്ചിരിക്കുന്ന ഒരു ചെടികൾ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് എന്തായത് പല തരത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റൂള് പോലെയാണ് എനിക്ക് ചില മരങ്ങളും ചെടികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് തോന്നിയത് കേട്ടോ. കണ്ടു ഗൈസ്, ഇങ്ങനെ ഇതിൻ്റെ പേരൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടാവും മറ്റേ നമ്മളെ വലിയൊരു ചട്ടിപ്പാത്രം പോലത്തെ ഒരു സംഭവം കയ്യുള്ളത്. ഞാനല്ല ഈ വീഡിയോ എടുക്കുന്നത്, പപ്പയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അവിടെ ഗൈസ് ഇതിൻ്റെ ഹൈറ്റിന് ഇത് പാകമല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കാണാനും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാനിതാ ഇവിടെ പോവാണ്. ബട്ട് ഇവിടെ അത് എൻട്രി ഇല്ലല്ലോ. എൻട്രി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നേരെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കുറേ മുളകൾ, നമ്മളാ ഒരു കാട്ടിൽ കണ്ടതിനെക്കാട്ടിയും അധികം മുളകൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ ഇന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗൈസ് പലതരത്തിലുള്ള വെള്ളവും കുളങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എന്ത് പറയുന്ന ലവിൻ്റെ പോലെയാണ് തോന്നി, ലവ് ഷേപ്പിൻ്റെ പോലെ തോന്നി. കണ്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ തോന്നുന്നില്ല അല്ലേ, ഇപ്പോൾ തോന്നുന്നുണ്ടാവില്ല. ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ. ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഇതെന്തോ ചെടികൾ, എന്തൊരു ഗാർഡൻ. ഈ ഗാർഡൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങളിവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പപ്പ ബാക്കിലാണ് വരുന്നത്, ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മളിങ്ങനെ ആ ഒരു ഗാർഡനിൻ്റെ ഇടയിൽ കൂടെ വരികയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ കൂടെ ആ ഒരു പാത്വേ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ചെടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ചെടികളാണ് ഉള്ളത് കേട്ടോ. അതാണ് ഞാനിവിടെ നടക്കുകയാണ്. ഓക്കെ, ഞാനിത് ഈ ഒരു ചെറിയ സംഭവത്തിൽക്കൂടെയാണ് ഞാൻ നടക്കുന്നത്. വീഴാതെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ കാല് കുത്തിയിട്ടോ, ദൈവം കാല് കുത്തി. ഓക്കെ, അപ്പോൾ കുറേ തരത്തിലുള്ള സംഭവങ്ങൾ, അലോവേര ചെടികൾ, പലതരത്തിലുള്ള ചെടികളൊക്കെ ഞാൻ കണ്ടു. എൻ്റെ കൂടെ കുറേ മരങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അത് കൂടെ ഇങ്ങനെ പോയിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ട് പോവാൻ. അതിൻ്റെ ചെടിയുടെ പറ്റിയൊക്കെ എഴുതിയിട്ടുമുണ്ട്. അതിനെ പറ്റിയൊക്കെ അതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിനും ഉണ്ട് അതിൻ്റെ ഓരോരോ സംഭവങ്ങളൊക്കെ. പിന്നെ പപ്പ പറഞ്ഞു അവിടെ ഞാൻ അത്രക്ക് കാണാനുണ്ടാവില്ല പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് കാല് കഴിഞ്ഞിട്ട് ഉമ്മച്ചി അവിടെ ഇരുന്നു.
ഇങ്ങോട്ട് വന്നിട്ടില്ല. കുറച്ച് വന്നു, പക്ഷെ ഇങ്ങോട്ടൊന്നും അറ്റം വന്നിട്ടില്ല. ഞങ്ങൾ അമ്മച്ചിൻ്റെ കൂടെ പോവാ. ഓക്കെ ഗൈസ്, കണ്ടു ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, എന്താന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നല്ല വെയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്താ പറയുക ചെന്നിരുന്നു. അപ്പോൾ ഇനി പറയും പാർക്കിൽ പോവാ പറഞ്ഞിട്ട് ഇവിടെ എന്താ പറഞ്ഞാൽ ഫൗണ്ടഡ് ബൈ MPPA അങ്ങനെ എന്തോ ഫ്രം ന്യൂ ഡൽഹി. ഓക്കെ, അപ്പോൾ നമുക്ക് പാർക്കിലേക്ക് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ. കണ്ടോ ഗൈസ്, ഞങ്ങൾ ഇനി ഇതിൽ കൂടെ ഇങ്ങനെ പോയി അവസാനം പാർക്കിൻ്റെ അറ്റത്ത് ചെന്നിട്ട് എത്തും. ഇതിൻ്റെ കുറേ ഗാർഡനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ റൂട്ട് തിരിച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണലും തണുപ്പൊക്കെ ഉണ്ട്. ഇതിനെ കണ്ടിട്ട് എന്തോ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതെന്ത് ഗുഹയാണോ, ഇതിൻ്റെ വായിൻ്റെ ഉള്ളിൽ ഗുഹയാണോ എന്നൊക്കെ ഞാൻ കരുതി. അവസാനം പോയി ഞങ്ങൾ ആ പാർക്കിൻ്റെ അവിടെ എത്തി. ഞാൻ ഇതിൻ്റെ മുകളിൽ പിടിച്ച് കയറുന്നു. ഓക്കെ ഗൈസ്, ഞാനിതാ ഈ ഒരു ഊഞ്ഞാലിലാണ് പിന്നെ വന്നിരുന്നു ഗൈസ്. ഊഞ്ഞാലിൽ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇങ്ങനെയോ ഇത് പതുക്കെ ഞാനിങ്ങനെയോ ഇത് അപ്പുറത്തേക്ക് വന്നു. കാരണം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത് ഇങ്ങനെ വീഴുമെന്ന്. അത് ഞാൻ കയറിയതിനെക്കാട്ടിയും കുറച്ച് ഇതാണ്. ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വരികയാണ്. ഓക്കെ യെസ് ഗൈസ്, ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു സ്വിങ്ങിലൊക്കെ കയറിയിട്ട് കളിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ എനർജി ഡ്രിങ്ക് അവൻ്റെ കുടിച്ചു. ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ കുടിച്ചിട്ട് എന്താ പറയുക, അവിടെ അങ്ങനെ പാർക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ അങ്ങനെ ദാഹിച്ചിട്ട് പാർക്കിൽ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നിട്ട് എൻട്രീൻ്റെ അവിടെ എത്തിയിട്ട് ആ ഒരു പാലത്തിൻ്റെ മീൻസ് ആ ഒരു ഇതുണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇപ്പോൾ സമയം പറയുമ്പോൾ 1:30 സമയം. ഇനി നമുക്ക് എന്താ പറയുക, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഞാൻ ഈ നമുക്ക് ഇറങ്ങി നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഹിനു വീഡിയോ എടുക്കുന്നത്. ഹിനുവാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഹിനു ജസ്റ്റ് തല തിരിച്ചൊക്കെ പിടിക്കുന്നുണ്ട്. കണ്ടിട്ട് എന്താ പറയുക, ഇത് പപ്പയാണ് കേട്ടോ, ഇതവനല്ല. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുണ്ട്. സ്റ്റാഫ് ടൂറിന് വന്നവരുണ്ട് കേട്ടോ. ഞങ്ങളും ഇതുപോലെ ടൂറിന് വന്നതായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൽ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കഴിഞ്ഞ് നടക്കുകയാണ്. എൻട്രിയിൽ കൂടെ നമ്മൾ എക്സിറ്റ് പോവാണ്. അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി ഞങ്ങൾ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇതിൽ എന്താ കറി ദം ബിരിയാണിയാണ് കേട്ടോ. അവർ രണ്ടുപേരും ബീഫും ഞങ്ങൾ രണ്ടുപേരും ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഇവരുടെ ഒരു ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ വരികയായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ അങ്ങനെ സ്കൈ വാക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ എന്നിട്ട് ടിക്കറ്റ് എടുത്തു. 4 ആൾക്ക് സ്കൈ വാക്കിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. അപ്പം കുറേ നടക്കണം എന്ന് പറഞ്ഞു. 15 മിനിറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. ഞങ്ങളങ്ങനെ നടക്കായിരുന്നു കേസ്. ഇപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കേസ്. ഞാൻ പപ്പ നടക്കുന്നത് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. ഞാൻ കുറേ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞു അങ്ങോട്ട് വല്ലാതെ പോകണ്ട, ഒറ്റക്ക് പോവല്ലേ, ഞങ്ങളും കൂടി വരട്ടെ, വല്ല മൃഗങ്ങളും വരുമെന്ന് പറഞ്ഞു. ശരിയാണ് കേട്ടോ കേസ്. ഇങ്ങനൊരു കാടല്ലേ, പറയാൻ പറ്റില്ല എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഫ്രണ്ടിക്കാണ്ട് ചാടി വരുമെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഞാൻ അവരുടെ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. ഉമ്മച്ചി അവരൊക്കെ ബാക്കിലാണ്, ഞങ്ങൾ രണ്ടുപേരാണ് ഫ്രണ്ടിൽ കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുക, അവസാനം നടന്ന് ഞങ്ങൾ സ്ഥലമെത്തി.
ഇവിടെ 2 സംഭവമുണ്ട്. ഇവിടെ സ്കൈ വാക്കും ഉണ്ട്, ബംഗ്ലാവും ഉണ്ട്. ബംഗ്ലാവ് പറഞ്ഞാൽ എന്താ പറയുക, എന്തായിരുന്നു അതിൻ്റെ പേര്, ദിയോസ് ആളുടെ ബംഗ്ലാവോ അങ്ങനെ എന്തോ ആയിരുന്നു പേര് കേട്ടോ. DFO ബംഗ്ലാവ് കേട്ടോ. അപ്പോൾ DFO ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾ അവിടെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ എന്താ പറയുക, ഒരു സ്കൈ വാക്കിന് പോകാൻ നിൽക്കുകയാണ്. കാരണം സമയമില്ലല്ലോ ഞങ്ങൾക്ക്. ഇപ്പം തന്നെ ആയിട്ടുണ്ട് 3 മണി. ഞങ്ങൾ കുറേ നേരം ബസ് സ്റ്റോപ്പിലിരുന്നു, അതുകൊണ്ടാണ് സമയം പോയത്. നേരത്തെ തന്നെ കണ്ടിരുന്നെങ്കിൽ വരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ടൈം എടുത്തായിരുന്നു. ഞങ്ങൾ 3:45 വന്നത്. 2:45 ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ്. 3 മണിയായപ്പോഴത്തേന് എത്തിയിട്ട് 15 മിനിറ്റ്. അപ്പോൾ എന്നിട്ട് ഹീനു ഇതാ ഹെഡ്സെറ്റും വെച്ചുകൊണ്ടാണ് വരുന്നത്. ഹെഡ്സെറ്റ് തലയിൽ വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ സ്കൈ വാക്ക് കേട്ടോ. സ്കൈ വാക്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ നമ്മളിങ്ങനെ കയറാണ്. ഇവിടെ ടീച്ചറും കുട്ടികളും, കുറേ കുട്ടികളും കുറേ 2 ടീച്ചർമാരും കുറേ കുട്ടികളൊക്കെ ഉണ്ട്. കുറേ എന്താ അവർ ടൂർ വന്നതാണ്. +2 ഡിഗ്രിയോ +2 ആണ് തോന്നുന്നു കേട്ടോ. നമ്മളിങ്ങനെ സ്കൈ വാക്കിന് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. സ്കൈ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ എന്താ കരുതി അറിയാം, ഞാൻ കരുതിയ പോലെ നല്ല സംഭവങ്ങൾ. അത് അടിക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഈ പാലം അപ്പോൾ കരുതിയത് നല്ല നീണ്ടിട്ടുള്ള ഒരു പാലമാണ്, എനിക്ക് കരുതിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, പാലത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിക്കാണ് ഇറങ്ങണത്. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാണ്ട് കേട്ടോ. അത് കുറേ പറഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ കുറേ ഞങ്ങൾ നടന്നു. ഫുള്ളൊന്നും എടുത്തിട്ടില്ലല്ലോ, ഫുള്ളിങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നടുക്കെത്തിയപ്പോൾ ഒരു ചെറിയൊരു വരുന്ന സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കുറേ ഉണ്ട്, കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മിനിമം ഒരു 15 മിനിറ്റ് അങ്ങനെ നടന്നിട്ടുണ്ടാവും. കുറേ ഉണ്ട് നടക്കാനത്. ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ നീണ്ട് പോവാണ്. താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടിട്ട് തന്നെ എന്താ പറയുക, നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പാലം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതല്ലേ സ്കൈ വാക്ക്. ഇതവിടെ പിന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ക്ലോസ് അല്ലായിരുന്നു. അന്ന് ഞങ്ങൾ ഞാനും വന്നപ്പോൾ അവിടെ ക്ലോസ് ഉണ്ടായിരുന്നില്ല. പിന്നെന്തായിരുന്നു ശരിയാ, അവിടെ ഞങ്ങൾ ഈ കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇവിടെ വല്ല അപകടങ്ങളൊക്കെ എന്ന് കരുതിയിട്ടായിരിക്കും, വല്ല മൃഗങ്ങളൊക്കെ ഇത് സേഫല്ല വിചാരിച്ചിട്ടായിരിക്കും അവർ ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. വല്ല വന്നിട്ടുണ്ടാവും മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഒരു ടീച്ചർ എന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കാൻ പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ അവർ കരുതിയത് അവരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് കരുതിയിട്ട് ഇന്നവിടെ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പ പറയുന്നത് അത് നിങ്ങളെ കൂട്ടത്തിലുള്ളതല്ല, അത് എന്താ പറയുക, അത് നിങ്ങളെ കൂട്ടത്തിലുള്ളതല്ല പറഞ്ഞു. അപ്പോൾ സോറി കേട്ടോ. ഇവിടെ അതുകൊണ്ട് പച്ച ഷോൾ ഇട്ടിട്ട് ഉണ്ടാവും ആ ഒരു ടീച്ചറായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പപ്പ പറയണ ഈ ഒരു ഇറങ്ങണ സുഖമൊന്നും പോകുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത്, ഇറങ്ങണ സമയത്ത് കേട്ടോ. അവസാനം ഞങ്ങൾ ലാസ്റ്റ് വരെ ഇറങ്ങിയിട്ടിരുന്നു. ഇപ്പം തന്നെ 3:45 3:15 സോറി, ഞങ്ങളിവിടെ എത്തിയത് 4:45 2:45 വന്നത് 2:30 ഇപ്പോൾ സമയം എത്രയും 3:15 തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ എത്തിയ സമയത്ത് 3 മണി ആയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേന് 3:15. ഓക്കെ, ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോഴത്തേന് 3:30 ആവും എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ DFO ബംഗ്ലാവൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇവിടെ കുടിവെള്ളം ഉണ്ടായിരുന്നു, തണുത്ത വെള്ളം ഉണ്ടായിരുന്നു, നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞങ്ങളത് തണുത്ത വെള്ളം ഞാൻ നിറച്ച് വിട്ടു. കുറച്ച് നേരം അപ്പം കണ്ട വേർത്തിട്ടുണ്ട്, എല്ലാം വേർത്തിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടറാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളത് കുറച്ച് അങ്ങനെ വീണ്ടും കുടിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നിറച്ച് കൊണ്ടുവരണം. ഞാൻ നടക്കാണ്. ഓക്കെ,
അപ്പോൾ നിറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഓ മൈ ഗോഡ്, ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ കണ്ട ഓട്ടോ കാണുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു ഓട്ടോയിൽ കയറിയല്ലോ. അപ്പോൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ വരും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ചാടി കയറിയിട്ടോ സൈഡിൽ തന്നെ. സൈഡിൽ എനിക്കിഷ്ടം ഇരിക്കുകയാണ്. എനിക്കിഷ്ടമാണ് സൈഡിൽ, വിൻഡോ സൈഡിൽ. അപ്പോൾ ഞാൻ ഉമ്മച്ചിൻ്റെ മടിയിൽ പിന്നെ ഇരുന്നു. മടിയിലല്ല, മടിയിലിരുന്നു ഞാൻ. എന്താ പറയുക, സംഭവം എന്താ വെച്ചാൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ മടിയിലിരുന്നത്. പിന്നെ ഞാൻ വീണ്ടും ഇറങ്ങിയിട്ട് തന്നെ ഇരുന്നു, ഇടുങ്ങിയിട്ടാണ് ഇരുന്നത്. ഓട്ടോയിൽ കയറിപ്പോയത് കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തിയിട്ട് ഇയാൾ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാനാണ്. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാനായിട്ട് എന്താ പറയുക നമ്മൾ. പക്ഷേ ഈ കുറേ ടൈം എടുക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തന്നെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഓട്ടോ കിട്ടിയത് നന്നായി പറയാം. ഈസിയായി, സുഖമായി നടക്കണം എഴുതി വന്നതായിരുന്നു. ബട്ട് കഴിഞ്ഞപ്പോൾ തീർന്നു. റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ ആ ഒരു നടത്തത്തിൻ്റെ പകുതി എത്തിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. സ്പീഡിൽ വന്നു ഓട്ടോ നല്ല സ്പീഡിലായിരുന്നു പോകുന്നത്. ഇത് മറ്റെന്താ പറയുക, അതായിരുന്നു നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇവിടെ ബോർഡ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടു. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നിൽക്കുകയായിരുന്നു. എന്താ പറയുക, ടിക്കറ്റ് കൗണ്ടറിൽ ഇങ്ങനെ പോയപ്പോൾ ഞാൻ കുറേ കിട്ടാൻ നല്ല പണിയുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ കവാടം ഉണ്ടല്ലോ, ട്രെയിൻ ആ ഒരു സംഭവം അവിടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു അപ്പൂപ്പനല്ല കേട്ടോ, കണ്ടക്ടറൊന്നുമല്ല, ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടോ ഗൈസ്. ആ ഒരു സംഭവം എടുത്ത് നിൽക്കുന്നത് ഇത് കണ്ടോ. ഈ ഒരു ATM ആണിത്. അപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്തു. എന്നിട്ട് ടിക്കറ്റ് എടുത്തു. എന്താ പറയുക, ടിക്കറ്റ് വാങ്ങിയിട്ട് ഇത് ലോക്കൽ ട്രെയിനാണ് കേട്ടോ. ഞങ്ങൾ ഈ ലോക്കൽ ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ മേലാറ്റൂർക്കാണ് പോണത്. നിലമ്പൂരിൽ നിന്ന് മേലാറ്റൂർക്കാണ് പോണത്. അത്രയ്ക്ക് ദൂരമൊന്നുമില്ലല്ലോ. ട്രെയിനിലാവുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തുമല്ലോ. അപ്പോൾ ഞങ്ങൾ ലോക്കൽ ട്രെയിനിലാണ് പോകുന്നത്. പോലെ ഹൈ ലെവൽ ട്രെയിനൊന്നും വേണ്ടല്ലോ, ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട്. അപ്പം എന്താ പറഞ്ഞ ശരിക്കാണ് കേട്ടോ. എന്താ പറയുക, ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ സീറ്റ് നമ്പറൊന്നും ഉണ്ടാവില്ലല്ലോ. സീറ്റ് നമ്പർ ഉണ്ടാവും, ബട്ട് ഈ ടിക്കറ്റിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഓരോരുത്തർക്കാരുടെ സീറ്റിൽ തന്നെ ഇരിക്കണം, അങ്ങനത്തെ ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ടിക്കറ്റ് എടുത്തു. നമുക്ക് 120 അങ്ങനെ എന്തോ ആണ്. 120 അത്ര ഞാൻ നോക്കിയില്ല, പൈസ അത്രയും നോക്കിയില്ല. എന്നിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയ പാടെ തന്നെ ഹീനു ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഞങ്ങൾ ആ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പറൊക്കെ നോക്കി, അതിൽ ഞാൻ കണ്ടില്ല കേട്ടോ എവിടെ പ്ലാറ്റ്ഫോം നമ്പർ എന്ന്. എന്നിട്ട് ഞങ്ങൾ അത് കുറച്ച് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. എന്നെ ഓപ്പറേഷൻ ചെയ്യായിരുന്നു. എൻ്റെ തലങ്ങും വിലങ്ങും ഇട്ടിട്ട് ഞാൻ അതിനെ വായിച്ചെടുക്കും. എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അല്ല 3-4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വന്നു. ഇതല്ല ട്രെയിൻ കേട്ടോ, ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്ന് നിൽക്കുകയാണ്. കണ്ടോ ഗൈസ്, ഞങ്ങളിവിടെ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ. അതിൻ്റെ എടുത്തു പോയിട്ട് നമുക്ക് കണ്ടോ, ദൂരെ നിന്നിട്ട് ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ കാത്തു നിന്ന ട്രെയിൻ എത്തിച്ചേർന്നു ഗൈസ്. നല്ല സ്പീഡിലൊന്നല്ല വരുന്നത്, സ്ലോ ആയിട്ടാണ് വരുന്നത്. എന്താ പറയുക, സെക്കൻഡ് ക്ലാസ്സാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ക്ലാസ് ട്രെയിനാണ് ഇത്.
ഞങ്ങൾ അതിങ്ങനെ നിർത്താത്ത എഴുതിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കുറച്ചൊക്കെ നടുക്കിൽ കയറാമെന്ന് വിചാരിച്ചു. നടുക്കല്ല, മുക്കാൽ ഭാഗത്തുനിന്ന് കയറാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കടന്നിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ഇത് കയറാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇതിൽ കയറി കേസ്. അപ്പോൾ പപ്പ പറഞ്ഞു ഇതിൽ കയറണം. എന്നിട്ട് ഹിനു ആദ്യം തന്നെ കയറി. അപ്പോൾ ഇവിടെ എവിടെ ഇരിക്കുക ചോദിച്ചു. എവിടെ ഇരിക്കുക പറഞ്ഞു. ഇവിടെ ഇരിക്കണം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കണ്ടെന്നാ, എന്നാൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ കയറാൻ പറഞ്ഞു. ഞാൻ ആദ്യം കയറിയപ്പോൾ തന്നെ ഈ ഒരു മോളുണ്ടല്ലോ, ഇതിൻ്റെ ഒരു മുകളിലത്തെ ഒരു ഭാഗം അതിന്മേൽ കയറി. അപ്പോൾ ടൈം ഇങ്ങനത്തെ ഈ കുഷ്യനും ഈ സീറ്റൊന്നും ഇല്ല കേട്ടോ, ഇരുമ്പ് കൊണ്ടുള്ള ഒരു സംഭവം തന്നെ ഉള്ളൂ. ഹിനുവിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ എടുത്തു. എന്നിട്ട് പപ്പ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. എന്താ പറയുക, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഐഫോൺ പിടിച്ചിട്ട്. ഇത് കണ്ടു ഗൈസ്, ഞാൻ കണ്ടില്ലായിരുന്നു ആദ്യം, പിന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ പുറത്തേക്ക് കൂടെ വന്നിട്ട് എടുക്കുകയായിരുന്നു. ഞാൻ ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ക്ലാസ്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ മുകളിലേക്ക് വീണ്ടും പിടിച്ച് കയറി. കണ്ടോ, കയറുന്നത് കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ജനൽമ പിടിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. ഹിനു ഒറ്റയ്ക്ക് കയറല്ല, ഹിനുവിന് ഞാൻ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗൈസ്. കണ്ടോ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കയറ്റുന്നത്. എന്താ ചെയ്യുക പക്ഷേ എന്താ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറി ഇറങ്ങി, വീണ്ടും ഇറങ്ങി. കുറച്ച് നേരം ഇവിടെ ഇറങ്ങി, വീണ്ടും കയറി, വീണ്ടും ഇറങ്ങി. പിന്നെ അവിടുന്ന് ഒരു ലേസ് മേടിച്ചു. എന്നിട്ട് ട്രെയിൻ എടുക്കാൻ തുടങ്ങി. ട്രെയിൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് ഇത് തീരെ സ്പീഡില്ലാത്ത ചോദിച്ചു. അതറിയില്ല ചോദിച്ചു. അപ്പോൾ അതറിയില്ല പറഞ്ഞു വെച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് നോക്കിയിരിക്കുകയാണ്. അതേപോലെ ട്രെയിൻ എടുക്കുമ്പോൾ ഞങ്ങൾ മേലേക്ക് കയറുന്നുണ്ട് കേട്ടോ. കണ്ട് ഞങ്ങളിപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ട്രെയിന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ട്രെയിനിൽ സ്റ്റോപ്പ് എത്തിയിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പായിരുന്നു ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങണം, കാരണം ട്രെയിന് ഒരു മിനിറ്റ് പോലും നിൽക്കണില്ല, ഒരു മിനിറ്റും കൂടി നിൽക്കണില്ല. അപ്പോൾ ഇത് എടുക്കുക. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. ഹറിബറി ഇറങ്ങി. എന്നിട്ട് ഒരു മിനിറ്റൊന്നും ആയിട്ടില്ല, ഞങ്ങൾ നിർത്തിയ ഉടനെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ട്രെയിൻ പോയില്ല. കാരണം ഞങ്ങൾ എന്തത് ഇത്ര ബാക്കിലാണെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ബാക്കിൽ വന്നിട്ടാണ് കയറിയത്. അതുകൊണ്ടാണ് ഇത്ര ഞങ്ങൾ കുറേ നടക്കേണ്ടി വന്നു. കണ്ടോ, ഞങ്ങൾ കുറേ നടക്കേണ്ടി വന്നിട്ടോ. ഇത് നേരെ അങ്ങോട്ട് വന്നു, പിന്നെയും റിവേഴ്സ് എടുത്ത് പോവാണ്. ഇതാകെ ഇവിടം വരെ വരുന്നുള്ളൂ കേട്ടോ. വീണ്ടും തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മേലൊരു സ്റ്റേഷൻ. അപ്പോൾ സ്റ്റേഷൻ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.